നേരത്തെ ആനത്തലവട്ടാൻ എന്തൊരു കാര്യം പറഞ്ഞു. 80% കൂടുതൽ ആളുകൾ വരുന്നത് അല്ലെങ്കിൽ 88% പുറത്തുനിന്നാണ്. അവരെത്ര പേരെ ചെയ്തു? ഈ പത്മകുമാർ പറഞ്ഞ പുറത്തുനിന്ന് വന്ന് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. ശബരിമലയിൽ അവർക്ക് പ്രവേശനം തടയുന്നതോ ഭക്തരാണെന്നുള്ളതോ വിഷയവുമായി ബന്ധപ്പെട്ടേ അല്ല. അവര് ഭക്തരായതുകൊണ്ട് അറസ്റ്റ് ചെയ്താന്ന് ഞാൻ കണക്കാക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്ത് ശബരിമലയ്ക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ടല്ല. പിന്നെ എന്തിനാ ശബരിമലയ്ക്ക് വരുന്നവരെ അറസ്റ്റ് ചെയ്ത്? എന്തുകൊണ്ട് അവരെ മാത്രം അറസ്റ്റ് ചെയ്ത്? എന്തിനാ പറയൂ, പൊതുജനങ്ങളോട് പറയൂ. അവരെന്തിനാ അറസ്റ്റ്? അതാണ് ഞാൻ പറഞ്ഞത്. അവരെ ആർഎസ്എസിന്റെ ബിജെപിയുടെ നേതാക്കന്മാർ CR നീലകണ്ഠന്റെ ഈ മതേതര മനസ്സൊക്കെ കേരളത്തിൽ എറണാകുളത്ത് വെച്ച് നടത്തിയ മാനവ സംഗമത്തിൽ ഞങ്ങൾ കണ്ടതാണ്. പക്ക് ഹിന്ദുയിസം എന്ന് പറഞ്ഞ് ബോർഡ് എഴുതി വെച്ചിട്ട് നിങ്ങൾ തീവ്രവാദികളെ കുറിച്ച്, ഇറാഖിലെ തീവ്രവാദികളെ കുറിച്ച് നിങ്ങളുടെ സ്വാഗത പ്രാസംഗം പ്രസംഗിച്ചപ്പോൾ നിങ്ങളുടെ സംഘാടകരിൽ ഒരാളായ ഈ ചുംബന സമരം നടത്തിയ, താലി പൊട്ടിപ്പ് സമരം നടത്തിയ ആൾ എഴുന്നേറ്റ് നിങ്ങളുടെ മുഖത്ത് പച്ചയായി ചോദിച്ച സമയത്ത് നിങ്ങളുടെ നിലപാടുകളൊക്കെ ഞങ്ങൾ കണ്ട്, നിങ്ങളുടെ മതേതര സ്വഭാവമൊക്കെ ഞങ്ങൾ കണ്ട്. CR നീലകണ്ഠൻ, നിങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക വിഭാഗത്തിനോട് മാത്രമേ പുച്ഛമുള്ളൂ, ബാക്കി എല്ലാവരെയും നിങ്ങൾ താലോലിക്കും. നിങ്ങൾക്ക് അവരോടെല്ലാം സന്ധി ചെയ്യും. നിങ്ങൾ സന്ധി ചെയ്യുന്നു. മാനവ സമ്മേളനത്തെ കുറിച്ച് നിങ്ങളൊന്ന് പറയൂ. അന്ന് എന്താണ് നടന്നതൊക്കെ വെറുതെ കള്ളം പറയരുത്. നിങ്ങൾ ഈ പറയുവാൻ അവസരം കൊടുക്കൂ. താങ്കൾ അദ്ദേഹത്തെ വ്യക്തിപരമായി പോലും ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് നടത്തിയത്. ഒരു യോഗത്തിൽ ഒരാൾ എഴുന്നേറ്റെന്ന് ചോദിച്ചു. അത് വളരെ പത്മകുമാറെ, ജനാധിപത്യപരമായ ഒരു യോഗത്തിൽ ഒരാൾ പ്രസംഗിക്കുമ്പോൾ വേറൊരാൾ എഴുന്നേറ്റെന്ന് ചോദിച്ചതിനെയാണോ ആ യോഗത്തിന്റെ ഞാനിരുന്നു പറയണേ? അതിന് ഞാനങ്ങനെ ഉത്തരവാദിയായിരുന്നു. നിങ്ങൾ തൂക്കിയിരുന്ന ബോർഡ് എന്തായിരുന്നു? അവിടെ തൂക്കിയ ബോർഡ് പലതുണ്ട്. അല്ല, ഒരു കാര്യമുണ്ട്. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ മറുപടിയില്ല. മറ്റവരെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ എന്നാണ് പറഞ്ഞത്. അല്ല, അത് ചോദിച്ചോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള തീവ്രവാദവും അത് തെറ്റ് തന്നെയാണ്. എല്ലാ വിശ്വാസങ്ങളും കേരളത്തിലെ സമൂഹം കണ്ടതാണ്. നിങ്ങൾ പറഞ്ഞത് മറ്റവരെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ ശാന്തരായിരിക്കും. ഞാൻ അങ്ങനെയല്ല ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ആ പത്മകുമാറെ, ഒരു വലിയ സംഘാടന വേദിയിൽ പല സംഘടനകളുടെ സ്ഥലത്ത് പല അഭിപ്രായങ്ങൾ വരുന്നതിന് അവിടെ നിങ്ങളോടൊപ്പം ചുംബന സമരത്തിൽ പങ്കെടുത്ത ആള് ഒരു മാധ്യമ പ്രവർത്തകൻ. ഞാൻ ചുംബന സമരത്തിന്റെ ആളൊന്നുമല്ല. അയാളാണ് ഈ അഭിപ്രായം പറഞ്ഞത്. ഞാൻ താലി പൊട്ടിക്കാൻ ചുംബനത്തിനൊന്നും പോയിട്ടില്ല. അല്ലാതെ അത് ആ യോഗത്തിൽ എല്ലാവിധ മനുഷ്യരും വന്നതാണ്. ഇടതുപക്ഷക്കാരും മറ്റു പക്ഷക്കാരും പല പക്ഷക്കാരും വന്നിട്ടുണ്ട്. അവർക്ക് പലർക്കും അഭിപ്രായമില്ല. അതിനൊക്കെ നമ്മളിങ്ങനെ മറുപടി പറയാം. വിഭാഗത്തിനോടേ ഉള്ളൂ, ബാക്കി എല്ലാവരോടും നിങ്ങൾ വർഗീയമായ കാണുന്നത് മാത്രമാണ്. ഞാൻ ചോദിക്കണം, മോഡിയുടെ മതേതരത്വമാണോ ഇന്ത്യ രാജ്യത്ത് വേണ്ടത്? പാസ്പോർട്ട് അടിച്ചു കൊടുക്കുന്ന ആ മതേതരത്വമാണോ വേണ്ടത്? സൗജന്യം ചെയ്ത് കൊടുക്കുക. അതൊന്നും ഞാൻ എനിക്കറിയില്ല. ഇവരാരെങ്കിലും പറയണം ക്ഷേത്രത്തിന്റെ ഫീസ് ഊരിണ്ടോന്നൊന്നും. അതൊന്നും ഞാൻ